ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് കേക്കിൻ്റെ ഐസിങ്, അതും ഭയങ്കര ഈസി ആയിട്ട് എളുപ്പത്തിൽ ഒരു അടിപൊളി ഐസിങ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട്, ഭയങ്കര എക്സ്പെൻസീവ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് ആകെപ്പാടെ 2 സാധനങ്ങളെ ആവശ്യമുള്ളൂ. ഒന്ന് ബട്ടർ, ഒന്ന് ഷുഗർ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഐസിങ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വിപ്പിംഗ് ക്രീം, വിപ്പിംഗ് പൗഡർ അല്ലെങ്കിൽ ഹെവി ക്രീം അങ്ങനത്തെ ഒരു സാധനവും വേണമെന്നില്ല. ജസ്റ്റ് ബട്ടർ ആൻഡ് ഷുഗർ അതിങ്ങനെ മിക്സാക്കി എടുക്കുക. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ 100 ഗ്രാം ബട്ടറിന് ഒരു 2 കപ്പ് ഷുഗറാണ് ഏകദേശം എടുത്തിട്ടുള്ളത്. അത് നിങ്ങളിങ്ങനെ ഷുഗർ കുറച്ചിങ്ങനെ ആദ്യം പൊടിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് കാസ്റ്റർ ഷുഗർ കിട്ടി. എന്നിട്ട് പൗഡേർഡ് ഫോമിലാണ് വേണ്ടത്, എന്നാലേ വേഗം ഇതിൽ അലിഞ്ഞ് ചേരുള്ളൂ, മിക്സായി കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് നമ്മൾ ബട്ടറിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുത്താൽ മാത്രം മതി. ബട്ടർ റൂം ടെമ്പറേച്ചറിൽ വേണം എന്നുള്ള ഒറ്റ പോയിന്റ് മാത്രം നോട്ട് ചെയ്താൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ കളർ വേണമെന്ന് വെച്ചാൽ നാച്ചുറൽ കളേഴ്സ് വേണമെങ്കിൽ ഇതുപോലെ ബീട്രൂട്ട്, ക്യാരറ്റ് എന്തെങ്കിലുമൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ കുറച്ച് നമുക്ക് കളർ കിട്ടും. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഫുഡ് കളേഴ്സാണ് ഇഷ്ടം വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്യാം. ഞാൻ പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി, നമ്മൾ വീട്ടിൽ തന്നെ ആൾക്കാർ കഴിക്കുന്നത് കൊണ്ട് മാക്സിമം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യാനാണ് നോക്കുന്നത്. ഈ കേക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. ബീട്രൂട്ട് കേക്കാണ്. പിന്നെ ഇത് ഞാനിങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കുവാന്ന്. ഇങ്ങനെ ജസ്റ്റ് പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് ഞാൻ ഫ്ലവർ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏത് പൈപ്പിംഗ് ടിപ്പാണ് കൊടുക്കുന്നതെന്നുള്ളതിൻ്റെ ഫോട്ടോ ഞാൻ ജസ്റ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ റെഫർ ചെയ്യാം. എന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയാൽ മതി. അപ്പം നമുക്ക് നല്ല റോസ് പെറ്റൽസ് പോലെ കിട്ടും. ഇഷ്ടമുള്ള ഫ്ലവർ മോഡലിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഭയങ്കര ടെക്നിക്ക്, എന്താ പറയുക, സ്കിൽസിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ ആദ്യം കൊളാവും. അത് അങ്ങനെയാണല്ലോ നമ്മളെല്ലാം പഠിക്കുമ്പോൾ, പിന്നെ അങ്ങ് ശരിയായിക്കോളും. അത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് കിട്ടും. ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇടയ്ക്ക് ചെറിയ പശക്ക് കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടൂത്ത് പിക്കെല്ലാം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആക്കി കൊടുക്കാം. പിന്നെ പെട്ടെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അത്യാവശ്യം ഒരു ഡീസൻറ്റ് ലുക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാർ പൈപ്പിംഗ് ടിപ്പാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്. അവിടെ ഇവിടെ ഒക്കെ ഗ്യാപ്സ് ഉള്ളത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുൾ കൺഫ്യൂഷനാണ്. ഓരോ സ്ഥലത്ത് സ്പേസ് കാണുമ്പോൾ അവിടെ ഇത് ആക്കിയാൽ മൊഞ്ചുണ്ടാവും എന്നെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആക്കി കൊടുത്താൽ മതി. പിന്നെ എന്തായാലും നമ്മളെല്ലാം തിന്നുമ്പോൾ വയറ്റിലെത്തും, അത്രയാണ്. പിന്നെ രസം. അപ്പം നമ്മൾ കേക്ക് ഡിസൈനിങ്ങും ഗാർണിഷിങ്ങും സംഭവങ്ങളെല്ലാം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതാ ഇനി എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേക്കിൻ്റെ മൊഞ്ച്. പിന്നെ നമ്മളിവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറയുന്ന ഒരു അടിപൊളി പ്ലേസ് ഉണ്ട് കേട്ടോ. നല്ല കുറേ നേച്ചർ, അതുപോലെ നമുക്ക് ഈ ബട്ടർഫ്ലൈ ഫ്ലവേഴ്സ് ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഏറ്റവും നല്ല പ്ലേസാണ്. പോയിരിക്കാനും കാണാനും ഒക്കെ നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു എക്സിബിഷൻ പോലെ ഇങ്ങനെ കുറേ ബട്ടർഫ്ലൈ, എനിക്ക് തോന്നി ഇതെല്ലാം അവിടെ ഇതുണ്ടായ ബട്ടർഫ്ലൈൻ്റെ ബോഡി ഉണ്ടല്ലോ, വിങ്സ്, അതൊക്കെ വെച്ച് അവരിങ്ങനെ ഓരോന്ന് ഡിസൈൻ ചെയ്ത് വെച്ചതാണ്. എന്തായാലും ഭയങ്കര അടിപൊളി ക്രിയേറ്റിവിറ്റിയാണ്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അവിടുത്തെ ഗാർഡൻ. 3 ഫ്ലോർസ് ആയിട്ടുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് ഫ്ലോർ ആയിട്ടാണ് ഇത്. എന്നിട്ട് ഇങ്ങനെ കുറേ ബട്ടർഫ്ലൈസ് ആണ്, നിറച്ചും ബട്ടർഫ്ലൈ, ഫ്ലവേഴ്സ്, ഇത് മറ്റേത് ഒന്നും പറയണ്ട, അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബട്ടർഫ്ലൈ, ഇങ്ങനെ പൂമ്പാറ്റ ഇങ്ങനെ പഴം അത് കഴിക്കുന്നത് കാണുന്നത്. അപ്പം ഇങ്ങനെ വന്ന് നമ്മളെ അടുത്തെല്ലാം വന്നിങ്ങനെ നിന്നോളും ബട്ടർഫ്ലൈ. അങ്ങനെ നമ്മളായിട്ട് നല്ല പരിചയമായിക്കോളും. നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുമ്പം കുറച്ച് റിലാക്സിങ് ആണ്. ഇതുപോലെ നേച്ചർ റിലേറ്റഡ് പ്ലേസസ് ഭയങ്കര നല്ലതാണ്. നമുക്കിങ്ങനെ നമ്മളെ മൂഡ് സ്വിങ്സ്, നമുക്കുണ്ടാകുന്ന എന്താ പറയുക ടെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റിലാക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്ലേസസിൽ പോയാൽ മതി കേട്ടോ.